ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ഷാലിമ. അപ്പൊ നമ്മുടെ PSC എക്സാമുകൾക്ക് പഠിക്കുന്നവർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഭാഗമാണ് എക്കണോമിക്സ്. എല്ലാവർക്കും അല്ല, ചിലർക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ സിലബസിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗം തന്നെയാണ് അല്ലെ എക്കണോമിക്സ്. എക്കണോമിക്സിന് കൂടുതലും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് പ്ലസ് ടു ലെവലുള്ള എക്കണോമിക്സ് ആണ് നമുക്ക് കൂടുതലും എക്സാമിന് ചോദിക്കുന്നത്. നോർമലി PSC പഠിക്കുന്നവരെല്ലാം 10ാം ക്ലാസ് വരെയുള്ള ആ ഒരു ടെസ്റ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടഫ് ആയിട്ട് തോന്നുന്നത് എന്താ കാരണം? +2 ലെവല് കൂടുതൽ പേര് നോക്കുന്നില്ല, അതുകൊണ്ടാണ്. ശരിക്കും +2 ചാപ്റ്റേഴ്സ് വായിച്ചു നോക്കിയാൽ നമുക്ക് എക്കണോമിക്സ് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ PSC പഠിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്പ് ആവുന്ന വിധത്തിലുള്ള കുറച്ച് എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. PSC എക്സാമുകൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്താനെന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ഓപ്ഷൻ നോക്കാം. പ്രസ്താവന 1 എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അതാണ് ഫസ്റ്റത്തെ പ്രസ്താവന. അടുത്ത പ്രസ്താവന എന്താണ്? പ്രസ്താവന 2 എന്താണ്? 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതിയാണ് റിപ്പോ റേറ്റ് എത്ര പെർസെന്റേജ് ആയിട്ട് നിലനിർത്താൻ തീരുമാനിച്ചത്? 6.50% ആയിട്ട് നിലനിർത്താൻ തീരുമാനിച്ചത്. ഇതാണ് റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. 2 പ്രസ്താവന ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രസ്താവന 1 പറഞ്ഞിരിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് അല്ലെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. മോണിറ്ററി പോളിസി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. ഓക്കെ, അപ്പൊ ഈ മോണിറ്ററി പോളിസിയുടെ ആ ഒരു ടൂൾസിൽ വരുന്നതാണ് ഏത്? നമ്മുടെ റിപ്പോ റേറ്റ്. ഒക്കെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, നമുക്ക് സെൻട്രൽ ബാങ്ക് ആണ് അല്ലെ, നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് RBI നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ഏത് ബാങ്ക് ആണ്? റിസർവ് ബാങ്ക് ആണ് അല്ലെ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ആണ്. അതുപോലെ ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറയുന്ന ഏത് ബാങ്ക് ആണ്? റിസർവ് ബാങ്കിനെയാണ് ഗവൺമെന്റിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നു. അതുപോലെ ആപൽ ഘട്ടങ്ങളിലെ സഹായി എന്ന് പറയുന്നത് ഏത് ബാങ്ക് ആണ്? റിസർവ് ബാങ്ക് ആണ് അല്ലെ. ആപൽ ഘട്ടങ്ങളിലെ സഹായി എന്ന് പറയുന്നു. പിന്നെന്താണ്? IMF-ല് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഏത് ബാങ്ക് ആണ്? റിസർവ് ബാങ്ക് ആണ്. IMF-ല് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയ റിസർവ് ബാങ്ക് ആണ്. ഓക്കെ, അപ്പോ നമുക്ക് പണപ്പെരുപ്പവും പണച്ചുരുക്കവും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. ഈ പണപ്പെരുപ്പവും പണച്ചുരുക്കവും ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക്? പണപ്പെരുപ്പവും പണച്ചുരുക്കവും ഒക്കെ റിസർവ് ബാങ്ക് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? പലിശ നിരക്കില് മാറ്റം വരുത്തിയാണ് അല്ലെ. പലിശ നിരക്ക് കൂട്ടിയും കുറച്ചുമാണ് എന്ത് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് വായ്പകൾ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെയാണ് റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സാമ്പത്തിക മേഖലയില് പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ആണ് അല്ലെ. ഓക്കെ, അപ്പോ റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്ത വർഷം ഏതാന്ന് നമുക്കറിയാം അല്ലെ. ഏത് വർഷമാണ്? 1949 റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്തത്. ഓക്കെ, അതുപോലെ റിസർവ് ബാങ്ക് രൂപീകൃതമായ വർഷം ഏത് വർഷമാണ്? 1935 അല്ലെ. 1934 RBI ആക്ട് അനുസരിച്ച് എന്താണ്? 1935 റിസർവ് ബാങ്ക് എന്ത് ചെയ്തു? രൂപീകൃതമായി. ഓക്കെ, അപ്പോ ഈ ഒരു പ്രസ്താവന നോക്കുമ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? പ്രസ്താവന 1 കറക്റ്റ് ആണ്, നമുക്കറിയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അത് ശരിയായ പ്രസ്താവനയാണ് അല്ലെ. അപ്പോ പ്രസ്താവന 2 എന്താണ്? 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് എത്ര പെർസെന്റേജ് ആയിട്ട് ഉയർത്താൻ തീരുമാനിച്ചു? 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. അപ്പൊ ഈ 2 പ്രസ്താവന എന്താണ്? ഈ 2 പ്രസ്താവനയും ശരിയാണ് അല്ലെ. പ്രസ്താവന, ഇതിന്റെ ആൻസർ ഏതാണ്? പ്രസ്താവന 1ഉം 2ഉം എന്താണ്? ശരിയാണ്. ആ 2 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പൊ മോണിറ്ററി പോളിസി, പണനയം ഏത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റിസർവ് ബാങ്കിന്റെയാണ് മോണിറ്ററി പോളിസി, പണനയം. എന്നാൽ ധനനയം, ഫിസ്ക്കൽ പോളിസി ആരുടേതാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയാണ്
ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചാൽ ധനനയം. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏതുമായിട്ട് ബന്ധപ്പെട്ട പോളിസിയാണ് ഈ ധനനയം എന്ന് വെച്ചാൽ ഫിസ്ക്കൽ പോളിസി. ഏതൊക്കെയാണ്? ഗവൺമെന്റിന്റെ പബ്ലിക് ഡെപ്റ്റ് അല്ലെ, പൊതു കടം, അതുപോലെ പബ്ലിക് റവന്യൂ, പൊതു വരുമാനം, അതുപോലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതു ചെലവ്. ഓക്കെ, അപ്പൊ പബ്ലിക് ഡെപ്റ്റ്, പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇതുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ ഗവൺമെന്റിന്റെ നയമാണ് ധനനയം. ഓക്കെ, പൊതുചെലവ്, പൊതുവരുമാനം, പൊതുകടം. ഓക്കെ, അപ്പോ ഈ ഒരു ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിന് റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ ഏതാണ്? +1 +2 ആ ഒരു സ്കൂൾ ടെസ്റ്റ് ഫോളോ ചെയ്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് +1 +2 ടെസ്റ്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടുതൽ വേറെ ഓപ്ഷൻസ് തിരക്കി പോകേണ്ട കാര്യമില്ല. +1 +2 ടെസ്റ്റ് നല്ല രീതിയിൽ വായിച്ചു നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതെന്താണ്? പ്രസ്താവന 1 എന്താണ്? സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇത് നമ്മുടെ 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എപ്പോഴും ഏത് PSC എക്സാം നോക്കിയാലും നമുക്ക് എന്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 5 ഇയർ പ്ലാൻ എന്നുള്ള ക്വസ്റ്റ്യൻസ്, പഞ്ചവത്സര പദ്ധതികളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാകാറുണ്ട് അല്ലെ. അപ്പോ ഈ പ്രസ്താവന 1 എന്താണ്? സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ് അല്ലെ. നമുക്ക് നമ്മുടെ രാജ്യത്തിന് സാമ്പത്തിക വളർച്ച കൈവരിക്കുക, അതിനു വേണ്ടിയായിരുന്നു എന്ത്? നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അടുത്ത പ്രസ്താവന 2 എന്താണ്? രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രസ്താവന 2 എന്താണ്? രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ എത്ര പഞ്ചവത്സര പദ്ധതികളിലൂടെ നടപ്പിലാക്കി? 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ നടപ്പിലാക്കി. ഈ രണ്ട് പ്രസ്താവനയും എന്താണ്? ഇതില് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന നോക്കുക, ആൻസേഴ്സ് വന്നിരിക്കുന്ന നോക്കുക. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 1ന്റെ വിശദീകരണമാണ് അല്ലെ. അങ്ങനെ കുറെ ആൻസേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് അറിയാം എന്താണ്? പ്രസ്താവന 1ഉം 2ഉം ശരിയാണെന്ന് നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ ഈ പ്രസ്താവന 1, 2 ശരിയാണ്. പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. അതെന്താണ്? അത് കറക്റ്റായ ഒരു പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് 75 ഡേയ്സ് ടൈം ടേബിൾ ബേസ്ഡ് ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്, നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ബേസ് ചെയ്താണ് നമ്മൾ ടൈം ടേബിൾ 75 ദിവസത്തെ ടൈം ടേബിൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു ടൈം ടേബിളിന്റെ ബേസ് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ പോർഷൻ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഓൾറെഡി റെക്കോർഡായിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് അതിന്റെയൊക്കെ PDF നോട്ട്സ് കിട്ടും. പിന്നെ നമുക്ക് എക്സാം ഉണ്ട് അല്ലെ. എക്സാം എഴുതി കൂടുതൽ എക്സാം എഴുതി നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടുന്നത്. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിന്റെ ഡിസ്കഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിനൊക്കെ പുറമെ എന്താണ്, എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടാവും. എല്ലാ ഡൗട്ട്സും മെന്ററിനോട് ക്ലിയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8590202323 എന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ 5 ഇയർ പ്ലാൻ എന്തൊക്കെയായിരുന്നു? ഈ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് സാമ്പത്തിക വളർച്ച അല്ലെ, പിന്നെ ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. അപ്പോ നമ്മുടെ 5 ഇയർ പ്ലാന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച, രാജ്യത്ത് സാമ്പത്തിക വളർച്ച നേടുക, അത് എന്തിന്റെ ലക്ഷ്യമാണ്? 5 ഇയർ പ്ലാന്റെ ലക്ഷ്യമാണ്. അതുപോലെ ആധുനികവൽക്കരണം, അത് 5 ഇയർ പ്ലാന്റെ ലക്ഷ്യമാണ്. പിന്നെ എന്താണ്? സ്വാശ്രയത്വം, പിന്നെ സമത്വം, ഇതൊക്കെ എന്താണ്? നമ്മുടെ 5 ഇയർ പ്ലാന്റെ ലക്ഷ്യമാണ് അല്ലെ. ഓക്കെ, ഈ സാമ്പത്തിക വളർച്ച എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഓരോ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു രാജ്യത്തിന്റെ ആ ഒരു ശേഷിയാണ് അല്ലെ. സാധനങ്ങളുടെ സേവനങ്ങളുടെയൊക്കെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിന്റെ ഒരു ശേഷിയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഈ സാധനങ്ങളുടെയൊക്കെ ഉൽപാദനത്തിൽ എന്ത് വേണം? പുതിയ സാങ്കേതിക വിദ്യ അല്ലെ, നൂതനമായ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വേണം. അതാണ് ആധുനികവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാശ്രയത്വം എന്ന് വെച്ചാൽ എന്താണ്? കുറെ കാര്യങ്ങൾ എന്താണ്, കുറെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. കുറെ കാര്യങ്ങൾ എന്താണ്,
നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യാറുണ്ട് അല്ലെ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാറുണ്ട്. അപ്പൊ ഈ സ്വാശ്രയതയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാം, വിദേശ രാജ്യത്ത് നിന്നുള്ള ഇറക്കുമതി മാക്സിമം കുറയ്ക്കുക. അങ്ങനെ സ്വാശ്രയത്വം രാജ്യം എന്ത് ചെയ്യാം, നമ്മുടെ ഇന്ത്യ സ്വാശ്രയത്വം നേടിയെടുക്കുക. അതാണ് ഈ സ്വാശ്രയത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമത്വം എന്താണ്? സമത്വം എന്ന് വെച്ചാൽ എല്ലാവർക്കും, രാജ്യത്തുള്ള എല്ലാ വിഭവങ്ങളും ജനങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ട് എത്തിക്കുക. അങ്ങനെ ഇക്വാലിറ്റി അല്ലെ, അത് നിലനിർത്തുക. ഓക്കെ, അപ്പൊ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, അതുപോലെ സമത്വം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് 5 year പ്ലാൻ അല്ലെ, പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നാണ്? USSRൽ നിന്നാണ്. USSRൽ നിന്നാണ്. ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ്. ഓക്കെ, അപ്പോ ഈ 5 year പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനും നിങ്ങൾ +2 ടെസ്റ്റ് നോക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏതെന്ന് കണ്ടെത്താനെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ബാങ്ക് ദേശസാൽക്കരണം. അടുത്തത് ആസൂത്രണ കമ്മീഷൻ രൂപീകരണം. അടുത്തത് 500,000 നോട്ടുകളുടെ നിരോധനം. പിന്നെന്താണ്? ഭൂപരിഷ്കരണം. ഇതാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ കാലഗണന അനുസരിച്ച് റെഡിയാക്കാനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ബാങ്ക് ദേശസാൽക്കരണം നമുക്ക് 4th 5 year പ്ലാന്റെ സമയത്താണ് അല്ലെ, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. അപ്പൊ ഏത് വർഷമാണത്? 1969 അല്ലെ, 1969 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. ആ സമയത്ത് ആരായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതുപോലെ ധനകാര്യമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ സമയത്ത് എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്? 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. പിന്നെ ആസൂത്രണ കമ്മീഷൻ രൂപീകരണം നമുക്കറിയാം 1950 അല്ലെ, 1950 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. ഇപ്പൊ ആസൂത്രണ കമ്മീഷൻ ഉണ്ടോ? ഇല്ല അല്ലെ, പകരം നീതി ആയോഗ് ആണ്. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ്. ഓക്കെ, അപ്പോ ഇത് രണ്ടും ഞാൻ പറയാം, ബാങ്ക് ദേശസാൽക്കരണം, ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം. ഇതിന്റെ രണ്ടിന്റെയും ബാക്കി 500,000 രൂപ നോട്ടുകളുടെ നിരോധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ, അതുപോലെ ഭൂപരിഷ്കരണം. ഈ 2 ഡേറ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ ഏതാന്ന് നോക്കാം നമുക്ക്. ഇതിന്റെ ആൻസർ വരുന്ന ഏതാണ്? 2, 4, 1, 3 കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. 2, 4, 1, 3 ആണ്. 2, 4, 2 ഫസ്റ്റ് വരും, പിന്നെ ഏതാണ് 4, പിന്നെ 1, 3. ഇതാണ് അതിന്റെ ഒരു കാലഗണന ക്രമം. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്ക്, ഏതാണ്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അടുത്തത്, 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇതിലേതാണ്? ഇത് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും അല്ലെ. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്? ഒന്ന്, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. അതെന്താണ്? ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചതാണ് ഹരിത വിപ്ലവം. ഓക്കെ, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഇതും എന്താണ്? അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അതും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ അടുത്തത് എന്താണ്? 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇതെന്താണ്? ഇത് തെറ്റായ പ്രസ്താവനയാണ് അല്ലെ. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ അല്ല ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്? 3ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഓക്കെ, അപ്പൊ ഗോതമ്പ് വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഹരിത വിപ്ലവമാണ് അല്ലെ. ഹരിത വിപ്ലവത്തിന്റെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നമ്മുടെ ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? പ്രസ്താവന ഏതാണ്? ഇതില് ശരിയായിട്ട് വരുന്ന എന്താണ്? പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 എന്താണ്? ശരിയല്ല. പ്രസ്താവന 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ
നമുക്ക് റിപ്പീറ്റ് ആയിട്ടും എക്കണോമിക്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും. പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഹരിത വിപ്ലവം ആ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഏതാണ് നമ്മുടെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം അല്ലെ, പുത്തൻ സാമ്പത്തിക പരിഷ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഭാഗത്തു നിന്ന് എന്താണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇതെന്താണ് 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനെന്നാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എന്താണ് സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. 1991 ന്യൂ ഇക്കണോമിക് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയായത് നോക്കാനെന്ന് പറഞ്ഞ് ഫസ്റ്റ് എന്താണ് സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ? നമ്മൾ എന്താണ് 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ എന്തിനെ കുറിച്ച് പറയുന്നു? LPG കുറിച്ച് പറയുന്നു അല്ലെ. LPG എന്ന് വെച്ചാൽ എന്താണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതുപോലെ എന്താണ് ഗ്ലോബലൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ആ ഒരു സഹകരണം നിലനിർത്തി പോവുകയാണ് അല്ലെ, ആ ഒരു റെസ്ട്രിക്ഷൻസ് എല്ലാം മാറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ് സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. രണ്ടാമത്തെ പ്രസ്താവന അതാണ്. മൂന്നെന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. മൂന്നാമത്തെ പ്രസ്താവന 4 ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഇതാണ് നാലാമത്തെ പ്രസ്താവന. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് 1991 പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ? ഏതാണ് ഇതിൽ ശരിയായിട്ട് വരുന്ന ഏതൊക്കെയാണ്? പ്രസ്താവന 2ഉം 3ഉം ശരിയാണ്. പ്രസ്താവന 1ഉം 4ഉം എന്താണ് ശരിയല്ല. 2ഉം 3ഉം ശരിയാണ് അല്ലെ. 2ഉം 3ഉം 2 എന്താണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. അത് ശരിയായ പ്രസ്താവനയാണ്. എന്നാൽ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ് അല്ലെ. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. അത് LPG നമ്മുടെ 1991 പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതെന്താണ് നമ്മൾ കൂടുതലും വിദേശ നിക്ഷേപമൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് പിന്നീട് 1991 ശേഷം നമ്മുടെ സമ്പദ് വ്യവസ്ഥ പുരോഗമിച്ചത്. അപ്പൊ 1 ഏതാണ്? തെറ്റാണ്. 2 എന്താണ്? ശരിയാണ്. 3 എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. അതെന്താണ്? ശരിയാണ് അല്ലെ. അതിന്റെ ആ ഒരു ഗ്രോത്തും അതുപോലെ പ്രോഫിറ്റിനും ഒക്കെ വേണ്ടിയിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു? സ്വകാര്യവൽക്കരിച്ചു. അതുപോലെ ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഇതെന്താണ്? ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 2ഉം 3ഉം ശരിയാണ്. പ്രസ്താവന 1ഉം 4ഉം എന്താണ്? ശരിയല്ല. ഓക്കെ, അപ്പോൾ 1991 ആ ഒരു LPG ആ ഒരു ന്യൂ ഇക്കണോമിക് പോളിസിയുടെ സമയത്ത് നമ്മുടെ ധനകാര്യമന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതും നമുക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? 1950 സ്ഥാപിതമായി നീതി ആയോഗ്, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ, റിസർവ് ബാങ്ക്. ഏതാണ് ഇതിലെ ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? നമുക്കറിയാം 1950 സ്ഥാപിതമായി. അത് ശരിയാണ് അല്ലെ. ശരിയായ പ്രസ്താവനയാണ്. 1 ശരിയാണ്. 2 എന്താണ്? നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ്. അടുത്തത് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ അല്ലെ. അത് എന്താണ്? ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ റിസർവ് ബാങ്ക് എന്താണ്? ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇതെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നമ്മൾ ഇന്ന് പറഞ്ഞ അത്രയും എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട അത്രയും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ +1 +2 ആ ഒരു ടെസ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റും. ഡീപ്പായിട്ട് ആ എക്കണോമിക്സിന്റെ പോർഷൻസ് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഡ്രൈവർ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 90 ദിവസത്തെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ റെക്കോർഡായിട്ട് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അതുപോലെ അതിന്റെ എല്ലാം PDF നോട്ട്സ് ഉണ്ടാവും. പിന്നെ എക്സാമുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുള്ള എക്സാമുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8089200474 എന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ.